നല്ല പ്ലാസ്റ്റിക് ബോട്ടിലല്ലേ? എൻ്റെ കയ്യിലേ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമില്ലാണ്ട് വെറുതെ കളയാൻ വെച്ചതായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇഞ്ചി നടാൻ സ്ഥലമില്ലാണ്ട് ഞാൻ വിഷമിച്ചിരിക്കണായിരുന്നേ. കുറച്ച് ദിവസമായി എൻ്റെ കയ്യിൽ കുറച്ച് മുളച്ച ഇഞ്ചിയുണ്ട്. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം കിട്ടണേന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കണായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇതുപോലത്തെ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടിയത് കേട്ടോ. ഇത് നമ്മുടെ ബ്രോണിയുടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നമ്മുടെ കടയിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള പലചരക്ക് കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇഞ്ചി മുളച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി നമ്മുടെ വീട്ടിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് മേടിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ. അത് മുള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുമായിട്ടുള്ള ഇഞ്ചി നടലാണ് കേട്ടോ എന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു 10 പൈസ ചിലവില്ലാതെ നമുക്ക് സൂപ്പറായിട്ട് ഇഞ്ചി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. സ്ഥലമില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാട്ടോ. കുറച്ച് സ്ഥലമേ വേണ്ടുള്ളൂ ഇതിന്. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെറസിലാണ്. മുറ്റത്ത് മണ്ണിലൊന്നും നമുക്ക് സ്ഥലമില്ല ഇഞ്ചി നടാനൊന്നും. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇഞ്ചി നടാം ടെറസിൽ. അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനിൽ പോയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുള വന്ന ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ പച്ചക്കറിത്തോട്ടം. അപ്പം ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ നമുക്ക് ഇഞ്ചി നടാം. അപ്പം അതിൻ്റെ ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ട ഇതിന് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള താരം കരിയില കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ അടിയിൽ നല്ല ഹോൾസ്, വെള്ളം പോകാനുള്ള ഹോൾസൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ഈ മുകളിൽ ആ മൂടിയൊക്കെ ഉള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ്. പിന്നെ സ്റ്റിക്കറൊന്നും പറിച്ച് കളഞ്ഞില്ല. നമ്മളിപ്പോൾ ഇഞ്ചി നടാനല്ലേ, നമുക്ക് ഇൻഡോറായിട്ടല്ലല്ലോ ഉപയോഗിക്കുന്നത്, അപ്പോൾ ടെറസിൽ വെക്കാനല്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്കറൊന്നും പറിച്ചില്ല, പെയിൻ്റൊന്നും അടിച്ചില്ല കേട്ടോ. ഇതുപോലെ ചിരട്ട ഒരു 3 ചിരട്ട ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക ഇതിൻ്റെ അടിയിൽ. ചിരട്ട കമിഴ്ത്തി തന്നെ വെക്കണം കേട്ടോ, എന്നാലാണ് റെഡിയാവുള്ളേ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ കരിയില ഇട്ട് കൊടുക്കാം. എത്രത്തോളം കരിയില ഇതിൽ നിറക്കാൻ പറ്റുന്നോ അത്രത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ബോക്സുകളിലും ഇതുപോലെ 3 ചിരട്ട വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണം. ഞാൻ ഒരു 5 ബോട്ടിലാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം പശുണ്ട്, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടി. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ട, അല്ലെങ്കിൽ നല്ലൊരു ചട്ടിയാണെങ്കിലും മതി കേട്ടോ. ചെടിച്ചട്ടിയാണെങ്കിലും അപ്പോൾ നല്ല ഉൾവശമുള്ള ചെടിച്ചട്ടി ആണെങ്കിലും അങ്ങനെ മതി. ചാക്കാണെങ്കിൽ ചാക്കായാലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉള്ള കാരണം അപ്പുറത്തെ വീട്ടിൽ തച്ചപ്പള്ളിയിൽ മണ്ണിൽ ഇഞ്ചി നട്ടിട്ട് ഇഞ്ചി അവിടെ വിളവെടുക്കാൻ അയക്കണിട്ടാ. ഇഞ്ചിയുടെ ഇലയൊക്കെ കരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ ഇഞ്ചി. എൻ്റെ കൃഷിത്തോട്ടം ഇവിടെ മേലെ കേട്ടോ, ടെറസിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇഞ്ചി നട്ടിട്ടും പിടിപ്പിച്ചിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കരിയില ഇട്ടിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല കമ്പോസ്റ്റ് മണ്ണ് കേട്ടോ. ഞാൻ എൻ്റെ സാലറി കൊണ്ട് ഒരു കൊലശ്ശേരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഞാൻ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ ഗാർഡനിലേക്ക് പറ്റിയ രീതിയിലുള്ളതാണ്. അതിന് എത്ര 160 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മുളച്ച ഇഞ്ചി തന്നെ നടാനെടുക്കണം കേട്ടോ. നല്ല മുള വന്നിട്ടുള്ള ഇഞ്ചിയാണ് നടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ മുള വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നാൽ ചിലപ്പോൾ അത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുള വന്ന ഇഞ്ചി തന്നെ നടാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മുള നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം മണ്ണിലേക്ക് വെക്കണം. എന്നിട്ട് ഈ മുളയുള്ള ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് വെക്കണം. അങ്ങനെയാണ് ഇഞ്ചി നടേണ്ടത്. അപ്പോൾ നമ്മൾ കരിയിലയിൽ നടന്ന കാരണം ഇതിലെപ്പോഴും നല്ല നനവും ഇതൊക്കെ നിൽക്കും. അപ്പോൾ ഇഞ്ചി ശരിക്കും പറഞ്ഞാൽ തണലത്താണ് നടേണ്ടത്. അപ്പോൾ ഞാനൊരു തണലായിട്ടുള്ള ഒരു ഭാഗത്ത്, ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ ഇഞ്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ടെറസിലാണെങ്കിലും നമുക്ക് ടാങ്ക് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് അത്യാവശ്യം തണൽ കിട്ടും. അപ്പോൾ ആ ഒരു സൈഡിലേക്കായിട്ടാണ് ഞാൻ ഇഞ്ചി സെറ്റ് ചെയ്യണത്. അപ്പോൾ 5 ബോട്ടിൽസിൽ ഞാൻ ഇഞ്ചി നട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ പണ്ടൊക്കെ നാട്ടിൽ ഇഞ്ചി നടുമ്പോൾ ഒരു കാര്യം ചെയ്യുമായിരുന്നു, അതിൻ്റെ മേലെ പൊത ഇടുമായിരുന്നു. അതായത് കരിയില
ഇഞ്ചി നട്ടതിന് ശേഷം കരിയില കൊണ്ട് ഇങ്ങനെ ഫുള്ള് മൂടിയിടും. അതെനിക്ക് എൻ്റെ വീട്ടിൽ ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് അന്ന് ഞാനിത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ സൂത്രം ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനിങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിന് മുള വന്ന് തുടങ്ങും. അപ്പോൾ ഇപ്പോൾ മുള വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്ക്. കണ്ട, ഞാൻ അന്ന് നനച്ചു കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇപ്പം നനക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിക്ക് മുള വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഏറെ മാറ്റി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ഥലം ഇല്ലെങ്കിലും ഇങ്ങനെ കുറഞ്ഞ സ്ഥലത്ത്, ഇതിപ്പോൾ ടെറസിലാണെങ്കിലും നമ്മുടെ വീട്ടിലെ മതിലിൻ്റെ പൊക്കത്തായാലും ഇതുപോലെ ചെറിയ ബോട്ടിൽസിൽ ഇതുപോലെ നമുക്ക് ഇഞ്ചി വളർത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ 1 വർഷം കൂടുമ്പോഴാണ് ഇതിൻ്റെ വിളവ്. അപ്പോൾ നമുക്കിനി 1 വർഷം വരെ കാത്തിരിക്കാം. മുള വന്ന് ഇഞ്ചി ഉണ്ടെങ്കിൽ അടുത്ത മാസം ഇതേപോലെ ഇഞ്ചി നടുക. അങ്ങനെ മാസം മാസം നമ്മൾ ഇഞ്ചി നട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാ മാസവും വിളവെടുക്കാൻ പറ്റും. അപ്പോൾ തണലത്ത് വെക്കുക, അത്രേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇത് 0 കോസ്റ്റ് ഇഞ്ചി നടലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.